എല്ലാവർക്കും വൺ ക്ലിക്ക് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് LDC എക്സാമിന് ഇനി പഠിച്ചാലും ജോലി കിട്ടും. അപ്പോൾ അങ്ങനെ ഇനി പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് PSC എക്സാമുകളിൽ പഠിക്കേണ്ട ഏകദേശം ഒരു 50ഓളം ടോപ്പിക്സ് ഉണ്ട് GK ഭാഗത്ത് നിന്നുള്ളത്. അത് ഏതൊക്കെയാണെന്നുള്ളതും അത് എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാം എന്നതിനെ കുറിച്ചുള്ളതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഒത്തിരി ഉദ്യോഗാർത്ഥികൾ നമ്മുടെ അടുത്ത് ചോദിച്ചിരുന്നു, സാറേ ഇനിയും ഏകദേശം 100ഓളം ദിവസങ്ങൾ അല്ലെങ്കിൽ ഒരു 150ഓളം ദിവസങ്ങളുണ്ട്, അതേപോലെ 75ഓളം ദിവസങ്ങൾ വരുന്ന കുറച്ച് ആളുകളുണ്ട്. കാരണം ട്രിവാൻഡ്രം ഒക്കെ അപ്ലൈ ചെയ്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് ഏകദേശം അത്രയൊക്കെയാണ് സമയം ഇനിയുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിലോടുകൂടി അവർക്ക് ഇനി പഠിച്ചെടുക്കാനുള്ള സമയമുണ്ടോ, അല്ലെങ്കിൽ ഇനി എത്രയും പെട്ടെന്ന് പഠിച്ചെടുക്കേണ്ട ടോപ്പിക്സുകൾ ഏതൊക്കെയാണ് എന്നതിനെക്കുറിച്ച് കുറേ ഡൗട്ട്സ് ഒക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടിയിട്ടുള്ള ഒരു കൺക്ലൂഷനാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മൊത്തമായിട്ട് ഇത് കാണുക, അല്ലെങ്കിൽ എന്ത് ചെയ്തേക്കാം, ഇപ്പം തന്നെ സ്കിപ്പ് ചെയ്ത് കളഞ്ഞേക്കാം. ഓക്കെ, അപ്പോൾ സംഭവം ഇതാണ് ഇതിൻ്റെ അകത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PSC എക്സാമിന് നമ്മൾ പഠിക്കേണ്ട ടോപ്പിക്സ് ഏതാണെന്നുള്ളതും അത് എങ്ങനെ നമുക്ക് പഠിച്ചെടുക്കാം എന്നതിനെക്കുറിച്ചാണ് വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഓക്കെ, ഫസ്റ്റ് നമ്മളൊരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണ ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അവൻ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സിലബസിനെ കുറിച്ച് വ്യക്തമായിട്ടൊരു കാഴ്ചപ്പാട് ആ ആൾക്ക് വേണം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാൻ എല്ലാ വീഡിയോസും സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് നമ്മുടെ ചാനൽ തുടങ്ങിയപ്പോൾ അന്ന് ഫസ്റ്റ് നമ്മൾ ചെയ്ത കാര്യം എന്ന് പറയുന്നത് ടെലഗ്രാം ചാനലിലും അതേപോലെ തന്നെ യൂട്യൂബ് ചാനലിലും നമുക്ക് LDC എക്സാമിൻ്റെ സിലബസ് പക്കയായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ക്ലാസ്സുകളിലേക്ക് പോയത്. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ നമുക്ക് ഏതൊരു എക്സാമിനും നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ സിലബസ് എന്താണെന്ന് വ്യക്തമായിട്ടും അതേപോലെ തന്നെ ഓരോ സബ്ജക്റ്റിൽ നിന്നും വരുന്ന മാർക്കുകൾ എത്രയാണെന്നുള്ളതും മനസ്സിലാക്കിയതിന് ശേഷം പഠിക്കുമ്പോഴാണ് നമുക്ക് അത് എത്രത്തോളം ഡെപ്തിലേക്ക് പോകണം എന്നത് മനസ്സിലാകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓരോ ടോപ്പിക്സിൽ നിന്നും എത്ര മാർക്കുകൾ വീതമാണ് നമുക്ക് വരുന്നത് എന്നുള്ളതും അതേപോലെ തന്നെ ആ ടോപ്പിക്സുകൾ ഏതൊക്കെ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ മാർക്ക് കൂടുതൽ കിട്ടും എന്നതുമാണ് ഈ ഒരു ഇതിൻ്റെ അകത്ത് പറയുന്നത്. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കുറേ എന്താ പറയുക വീഡിയോസൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഒത്തിരി പേര് നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്തു. കുറച്ച് ആളുകൾ അല്ലാതെ കുറേ നെഗറ്റീവൊക്കെ പറഞ്ഞു. അതിലൊന്നും വിഷയമൊന്നുമില്ല. നമ്മളിത് എന്തായാലും 100 പേരെങ്കിൽ 100 പേര് നമ്മളെ കാത്തിരുന്ന് നമുക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഗവൺമെൻറ് ജോബ്. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് കിട്ടും. അപ്പോൾ ബാക്കിയുള്ളവരും നിങ്ങൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ച് നല്ല രീതിയിൽ റിവിഷൻ ചെയ്ത് എക്സാംസ് എഴുതി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജോലിയിലേക്ക് നിങ്ങൾക്ക് കയറാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് നോക്കുന്നത് ചരിത്രമാണ്. ഓക്കെ, അപ്പോൾ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മാർക്ക് എന്ന് പറയുന്നത് 5 മാർക്കാണ് ചരിത്രം എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റ് ഹിസ്റ്ററിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അതായത് ഈ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, അതേപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററി, ഇത്രയും വരുമ്പോൾ നമുക്ക് 5 മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. അടുത്തത് ജോഗ്രഫിയാണ്, അതായത് ഭൂമിശാസ്ത്രം, നമുക്ക് കിട്ടുന്നത് 5 മാർക്കാണ്. അതും ഇതെല്ലാം 3 ടൈപ്പും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പോകേണ്ടി വരും. കേരളം, അതേപോലെ തന്നെ ഇന്ത്യ, അതേപോലെ വേൾഡ്. ധനത്വശാസ്ത്രം, അപ്പോൾ നോക്കിയേ 5 മാർക്കാണ്. ഇത്രയും ടോപ്പിക്സിൽ നിന്നും 5 മാർക്ക്, ഈ എക്കണോമിക്സ് എന്ന വിഭാഗത്തിൽ നിന്നും 5 മാർക്ക് നമുക്ക് കിട്ടുകയാണ്. ഈ 5 മാർക്ക് എന്ന് പറയുന്നത് നമ്മളൊന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന ഒരു മാർക്ക് തന്നെയാണ് ഈ ഒരു 5 മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് കുഴപ്പമില്ലാത്തൊരു മാർക്കാണ്. കേരള ഭരണം, ഭരണ സംവിധാനം, PSC എക്സാമുകളിൽ പുത്തൻ പരിഷ്കാരത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന ടോപ്പിക്കാണ് കേരള ഭരണവും ഭരണ സംവിധാനവും. കുഴപ്പമില്ലാത്തൊരു ടോപ്പിക്കാണ്. അത്യാവശ്യം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് കേരള ഭരണവും ഭരണ സംവിധാനവും. നിങ്ങളൊന്ന് നോക്കുക, ഉറപ്പായിട്ടും നമുക്ക് അതിൻ്റെ നിന്ന് കിട്ടും. നമ്മൾ എന്തായാലും ഇതിൻ്റെ ക്ലാസ്സസ് ഒക്കെ എന്ത് ചെയ്തേക്കുന്നതാണ്, ടെലഗ്രാമിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താണ് യൂട്യൂബിൽ ഇനി നമുക്ക് പ്രീവിയസ് കൂടി നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ സെറ്റ് ചെയ്ത് പോകും. അടുത്തത് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും. 2017 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ സയൻസ് വിഭാഗത്തിലെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചേക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവശാസ്ത്രം, അതേപോലെ തന്നെ പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ബയോളജിയിലെ ടോപ്പിക്കാണ്. ആക്ച്വലി ഈ ഒരു ടോപ്പിക്കിൽ SCRT NCRT കൂടി നോക്കുന്ന ആളുകൾക്കാണെങ്കിൽ ഈ ഒരു 6 മാർക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്തതാണ് ഫിസിക്സ്, ഭൗതികശാസ്ത്രം 3 മാർക്ക്, രസതന്ത്രം 3 മാർക്ക്, കലാകായികം, സാഹിത്യം 5 മാർക്കാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടോപ്പിക്കാണ്. പ്രത്യേകം നമുക്ക് എന്താണ് ഭയങ്കരമായിട്ട് ഇരുന്ന് വായിച്ച്
മനഃപ്പാടമാക്കേണ്ട കാര്യമൊന്നുമില്ല. എക്സാമ്പിളുകളിലൂടെയും അതേപോലെ തന്നെ എന്താണ് പ്രീവിയസ് കൂടിയും നമ്മൾ കടന്നു പോയി കഴിഞ്ഞാൽ കലാ, കായികം, സംസ്കാരം, സാഹിത്യത്തിൻ്റെ 5 മാർക്ക് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ ബേസിക്സ് ആണ്, 3 മാർക്കാണ് അതിൻ്റെ അകത്ത് കിട്ടുന്നത്. അതേപോലെ സുപ്രധാന നിയമങ്ങൾ 5 മാർക്ക് വരുന്നുണ്ട്. വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ആനുകാലിക വിഷയങ്ങൾ. പണ്ട് PSCയുടെ കോർ സബ്ജക്റ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ്, മാത്സ് ഈ രണ്ടും അതിനോട് കിടപിടിക്കുന്ന ഒരു ലെവലിലേക്ക് മാറിയിരിക്കുകയാണ് ആനുകാലിക വിഷയങ്ങൾ. ആനുകാലിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ 25,000 GK ആൻഡ് കറണ്ട് അഫയേഴ്സ് PSC ബുള്ളറ്റിൻ്റെ സ്പെഷ്യൽ എഡിഷൻ അതിൻ്റെ അകത്ത് 2021, 22, 23, 24 നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ പോകുന്നുണ്ട്. വളരെ വ്യക്തമായിട്ട് പഠിച്ച് വിത്ത് PDF നോട്ട് നിങ്ങൾക്ക് ടെലഗ്രാമിലേക്ക് ഞാനത് പ്രൊവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും. ആത്മാർത്ഥമായിട്ട് അത് പഠിച്ചു പോവുകയാണെങ്കിൽ കറണ്ട് അഫയേഴ്സിൽ ഒരു 16 മാർക്ക് സിമ്പിളായിട്ട് ഈ 20 മാർക്കിൽ നിന്ന് 16 മാർക്ക് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്തത് ലഘുഗണിതം, മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും. മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി 10 മാർക്കാണ് നമുക്ക് കിട്ടുന്നത്. 10 മാർക്ക് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി 10 മാർക്കാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ പെർഫോം ചെയ്യുകയാണെങ്കിൽ ഒരു 7 മാർക്കൊക്കെ നമുക്ക് കിട്ടാനായിട്ട് സാധിക്കും. പണ്ട് 20 മാർക്ക് ഇന്ന് എന്താണ് 10 മാർക്കിലേക്ക് വന്നു, 7 മാർക്കായിട്ട് ചുരുങ്ങി. നോക്കുക, കിട്ടുന്നൊരു സംഭവമാണ് ജനറൽ ഇംഗ്ലീഷ്, അതേപോലെ തന്നെ പ്രാദേശിക ഭാഷ മലയാളം. ഈ ഇംഗ്ലീഷും മലയാളം എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നോൺ ഗ്രാമർ സെഷൻസ് ആണ്. അതായത് ഇഡിയംസ്, ഫ്രേസ്, അതേപോലെ തന്നെ ഒറ്റപ്പദം, അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, കടങ്കഥകൾ, അതേപോലെ തന്നെ അർത്ഥം, അതൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ലെവലിൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ അതിൻ്റെ അതൊന്നും കൊള്ളാവുന്നൊരു മാർക്ക്, അതായത് ഒരു 7, 8 മാർക്കോ കിട്ടാവുന്നതാണ്. അതും നിങ്ങൾ നോക്കുക. ഇത്രയാണ് നമ്മുടെ ഈ ഒരു കോമ്പറ്റീറ്റീവ് എക്സാം, അതായത് LDC എക്സാമിൽ വേണ്ട മാർക്കുകളുടെ വിവരങ്ങൾ എന്ന് പറയുന്നത് ഓരോ സബ്ജക്റ്റിൽ നിന്നും ഇത്രയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതിൻ്റെ അകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ആനുകാലിക വിഷയമാണ്. 20 മാർക്കാണ്. അതായത് ഡെയിലി പഠിച്ചു പോവാം. ഓക്കെ, അതായത് ഡെയിലി ഓരോ മാസവും നമ്മളത് ഫുള്ളായിട്ട് കുറേ നമ്മൾ ചെയ്തു വന്നു. നിങ്ങളാരും അത് വേണ്ട രീതിയിൽ റെസ്പോണ്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ കറണ്ട് അഫയേഴ്സ് സെഷൻ അവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്ത്. പക്ഷേ അടുത്ത ദിവസം തന്നെ നമ്മൾ അതിൻ്റെ കുറേ വീഡിയോസുകൾ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. കറണ്ട് അഫയേഴ്സ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. കാരണം ഈ ഒരു എക്സാമിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല റാങ്കിലേക്ക് വരാനായിട്ട് നമ്മളെ കൊണ്ടുപോയി എത്തിക്കുന്ന ആ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് പഠിച്ചേ പറ്റത്തുള്ളൂ. നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അത് നമ്മൾ ഡെയിലി ക്ലാസ്സസ് നമ്മൾക്ക് തരുന്നതായിരിക്കും. PDF നോട്ടും അതിൻ്റെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ അടുത്ത ടെലഗ്രാമിലേക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രയും കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഓരോ സബ്ജക്റ്റിൻ്റെ അകത്തും വന്നിരിക്കുന്ന മാർക്കുകൾ ഏതൊക്കെ ടോപ്പിക്സിൽ നിന്നാണ് വന്നേക്കണേ എന്നുള്ളതാണ് നോക്കേണ്ടത്. അതിൻ്റെ അകത്ത് ഏതൊക്കെ നമുക്ക് പെട്ടെന്ന് പഠിച്ചു തീർക്കാം, അതേപോലെ തന്നെ എങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നല്ല മാർക്കിലേക്ക് എത്താനായിട്ട് പറ്റും എന്നതാണ് ഈ ഒരു സെഷനിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. GK പൊതുവിജ്ഞാനം, ചരിത്രം 5 മാർക്കാണ്. യൂറോപ്യന്മാരുടെ വരവ്, യൂറോപ്യന്മാരുടെ സംഭാവന, മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്രതിരുനാൾ തിരുവിതാംകൂറിൻ്റെ ചരിത്രം, സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ, കേരള ചരിത്രത്തിലെ സാഹിത്യ സ്രോതസ്സുകൾ, ഐക്യ കേരള പ്രസ്ഥാനം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ നിലവിലുള്ളത്. ഇതിൻ്റെ അകത്ത് എനിക്ക് പറയാനുള്ള മറ്റൊന്നുമല്ല, ഈ ഒരു ടോപ്പിക്സിൽ നിന്ന് ഏകദേശം ഒരു 30ഓളം ചോദ്യങ്ങൾ നമ്മൾ PYQ സെക്ഷൻസ് 2021-24 കംപ്ലീറ്റ് ചെയ്തപ്പോൾ വന്നിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു ചോദ്യങ്ങൾ ചോദിക്കത്തില്ല. കാരണം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷൻസ് ആണ്. ആ ഒരു 30 ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എന്ത് ചെയ്യാൻ പറ്റും, ചാപ്റ്ററിൻ്റെ അതിനുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യും, തീർക്കുന്നതായിരിക്കും. PYQ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2021 മുതൽ 24 വരെയുള്ള ചോദ്യങ്ങൾ എടുത്താൽ 30ഓളം ചോദ്യങ്ങൾ ആണ് നമുക്ക് വന്നിട്ടുള്ളൂ. ആ 30 ചോദ്യങ്ങൾ നമ്മൾ 4 ഓപ്ഷൻസും ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടോപ്പിക് അവിടെ കേരള ചരിത്രം കംപ്ലീറ്റ് ആവുകയാണ്. ഓക്കെ, നമ്മൾ അത് അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്തത് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രം, ബ്രിട്ടീഷ് ആധിപത്യം, 1ാം സ്വാതന്ത്ര്യ സമരം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം, സ്വദേശി പ്രസ്ഥാനം, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, വർത്തമാന പത്രങ്ങൾ, സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്തെ സാഹിത്യവും കലയും, സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും, ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം, സംസ്ഥാനങ്ങളുടെ. ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് ഏകദേശം 35ഓളം ചോദ്യങ്ങളാണ് PYQ നമ്മൾ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ. അതായത് 2017 മുതൽ 2024 വരെ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം 32 ചോദ്യങ്ങളാണ് ഈ ഒരു പാർട്ടിൽ നിന്നും വന്നിരിക്കുന്നത്. ആ 32 പാർട്ട് നമ്മളെടുത്ത് 4 ഓപ്ഷൻസും ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സംഭവം എന്താണ്,
സെറ്റ് ആവുകയാണ്. ഏകദേശം 120ഓളം ചോദ്യങ്ങൾ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഈ ചരിത്രം പൊതുവിജ്ഞാനം പഠിക്കുമ്പോഴും ഏകദേശം നമുക്കൊരു 120, വീണ്ടും ഒരു 120, ഏകദേശം 240 ആയിട്ടോ. ഇപ്പം നിലവിൽ നമ്മുടെ കണക്ക് പ്രകാരം 240 ക്വസ്റ്റ്യൻസ് ആയി. ഇനി ഭൂമിശാസ്ത്രം 5 മാർക്ക്. ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ, ഭൂമിയുടെ ഘടന, അന്തരീക്ഷം, സ്ട്രാറ്റോസ്ഫിയർ, അതേപോലെ തന്നെ മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, അയണോസ്ഫിയർ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അന്തരീക്ഷ മർദ്ദം, കാറ്റ്, താപനില, ഋതുക്കൾ, ആഗോള പ്രശ്നങ്ങൾ, ആഗോള താപനം, ഈ ഒരു വിവിധ തരം മലിനീകരണങ്ങൾ, മാപ്പുകൾ, ട്രോപ്പോഗ്രാഫിക് മാപ്പുകൾ, സമുദ്രങ്ങൾ, സമുദ്രചലനങ്ങൾ, ഭൂഖണ്ഡങ്ങൾ, ലോകരാഷ്ട്രങ്ങളും അവയുടെ സവിശേഷത. ഏകദേശം ഇതിൻ്റെ അകത്തുനിന്ന് വന്നിരിക്കുന്നത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 20ഓളം ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളൂ. ആ 20ഓളം ചോദ്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷനും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു പാഠഭാഗത്ത് നിന്നുള്ള സംഭവങ്ങൾ സെറ്റാവും. അതേപോലെ തന്നെ ഇന്ത്യയും കേരളവും എടുത്തു നോക്കുക, അതും അങ്ങനെ തന്നെയാണ് വരുന്നത്. സിമ്പിളായിട്ട് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെറ്റായിട്ട് പോകാനായിട്ട് പറ്റും. ഇനി മൂന്നാമത്തെ ചാപ്റ്റർ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, നമ്മൾ അടുത്ത ദിവസം തന്നെ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ഈ പറയുന്ന എക്കണോമിക്സ് ആണ്. എക്കണോമിക്സ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. 5 മാർക്കാണ് വരുന്നത്. നിങ്ങൾ ഒറ്റ കാര്യം നോക്കിയാൽ മതി. നോക്കി, അതായത് ഭൂമിശാസ്ത്രം നമ്മൾ ഇത്രയും പഠിക്കുമ്പോൾ 120ഓളം ക്വസ്റ്റ്യൻസ് എക്സ്പ്ലനേഷൻ പഠിക്കുന്നു. പൊതുവിജ്ഞാനം ഇത്രയും പഠിക്കുമ്പോൾ ഇത്രയും എക്സ്പ്ലനേഷൻ പഠിക്കുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ നോക്കിയേ, ഈ പറയുന്ന നമ്മുടെ എക്കണോമിക്സ് എന്ന് പറയുന്ന ടോപ്പിക്സ് ആകപ്പാട് നമുക്ക് പഠിക്കാനുള്ളത് ഇത്രയും കാര്യങ്ങളുള്ളൂ. അതായത് ഇന്ത്യ, സാമ്പത്തിക രംഗം, പഞ്ചവത്സര പദ്ധതികൾ, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, അതേപോലെ തന്നെ നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, കാർഷിക വിളകൾ, ധാതുക്കൾ, ഹരിത വിപ്ലവം. ഇത്രയും ടോപ്പിക്സിൽ നിന്ന് 5 മാർക്കാണ് കിട്ടുന്നത്. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, മിസ്സാക്കാത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് തന്നെയാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. 5 മാർക്ക് നമുക്ക് സിമ്പിളായിട്ട് അടിച്ചെടുക്കാം. നമ്മൾ അടുത്ത ദിവസം തന്നെ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. എക്കണോമിക്സിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ 2021 മുതൽ 24 വരെ ഉള്ളത് കംപ്ലീറ്റ് കലക്കി അടിച്ച് നമ്മൾ സെറ്റാക്കും. അപ്പോൾ ആ ഒരു സെഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഉറപ്പായിട്ട് മാർക്ക് കിട്ടും എന്നുള്ള കാര്യം 100% ഗ്യാരണ്ടിയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എക്കണോമിക്സിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് സെറ്റാക്കാം. അടുത്തത് ഇന്ത്യൻ ഭരണഘടന. 5 മാർക്കാണ് കേട്ടോ. കാരണം ഭരണഘടനാ നിർമ്മാണ സമിതി, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, പ്രിയാമ്പിൾ, അതേപോലെ തന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, ഈ പറയുന്ന കടമകൾ, പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ 42, 44, 52, 71, 74, 86, 91, പഞ്ചായത്ത് രാജ്, ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, ഇത്രയും കാര്യങ്ങൾ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ 5 മാർക്ക് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് 5 മാർക്ക് ഏകദേശം വന്നിരിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് 35ഓളം ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. ആ 35ഓളം ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ആ ഒരു ഭാഗം ക്ലിയർ ആണ്, പക്ക ക്ലാരിറ്റി സെറ്റാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ ഇതിൻ്റെ എല്ലാം ക്ലാസ്സസ് PYQ സെക്ഷനിൽ, അതായത് ഓൾറെഡി നമ്മൾ മിഷൻ LDC 2024 എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ ഫുൾ കംപ്ലീറ്റ് ചെയ്താണ് ഈ ടോപ്പിക്സ്. അതിൻ്റെ റിവിഷൻസ് കൂടിയാണ് ഇനി നമ്മൾ PYQ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്നത്. ഉറപ്പായിട്ടും, അതായത് താല്പര്യമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കത് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യുക, കാണാനായിട്ട് ശ്രമിക്കുക. അത് ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഇനി കേരള ഭരണ സംവിധാനം 5 മാർക്ക്. PSയുടെ ഏറ്റവും പുതിയ ടോപ്പിക്കാണ്. പക്ഷേ ഭയങ്കര സിമ്പിളൊന്നും അല്ലെങ്കിലും കുറേ കടുകട്ടിയായിട്ടുള്ള വാക്കുകളും അതേപോലെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നിരന്തരം ചോദിക്കുന്ന കുറേ ചോദ്യങ്ങൾ എന്താണ്, കമ്മീഷനുകളും അതേപോലെ തന്നെ കമ്മീഷനുകൾ രൂപീകൃതമായത്, ദുരന്ത നിവാരണം, അതേപോലെ തന്നെ എന്താണ് ഭരണപരിഷ്കാര കമ്മിറ്റികൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ തണ്ണീർത്തടം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ അത് വരുന്നുണ്ട്. അതൊക്കെ നമ്മളൊന്ന് സെറ്റാക്കി പോയി കഴിഞ്ഞ് വളരെ ഗംഭീരമായിട്ട് എന്ത് ചെയ്യാം, ആ ഒരു സംഭവം സെറ്റായിട്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് ആക്കി നിങ്ങൾക്ക് തരും. ഒന്നുകൊണ്ടും പേടിക്കേണ്ട, സെറ്റാണ്. അടുത്തതാണ് ജീവശാസ്ത്രം പൊതുജനാരോഗ്യം, 6 മാർക്ക്. ഇതിൻ്റെ അകത്ത് നമുക്ക് പഠിക്കാനുള്ളത് നോക്കിയേ, മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും ധാതുക്കളും, സാംക്രമിക രോഗങ്ങളും രോഗാദികളും, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, പരിസ്ഥിതി പ്രശ്നങ്ങളും. ഇത്രയും കാര്യം പഠിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് 6 മാർക്ക് കിട്ടുന്നത്. അപ്പം അത്രയും ടോപ്പിക്സ്, ബാക്കിയുള്ളതിൽ അത്രയും വൈഡായിട്ട് കിടക്കുന്ന ടോപ്പിക്സുകൾ നമുക്ക് കവർ ചെയ്ത് പോകുമ്പോൾ ആ ഒരു ടോപ്പിക്കിൻ്റെ അന്ന് കിട്ടുന്ന മാർക്കിനേക്കാൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ 6 മാർക്ക് നിൽക്കുന്ന ഈ ഒരു ടോപ്പിക്സ് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എന്താണ്, ജീവിതശൈലി രോഗങ്ങൾ, അതേപോലെ തന്നെ സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്ത രോഗങ്ങളും. നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട്, അല്ലാതെ ടെലഗ്രാമിൽ വോയിസ് ക്ലാസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പോയിട്ടുണ്ട്. ഒന്ന് നോക്കുക. ഭൗതികശാസ്ത്രം 3 മാർക്കാണ്. പ്രകാശം, ലെൻസ്, ദർപ്പണം, അതേപോലെ തന്നെ ചലനം, ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ, 3-ാം ചലന നിയമം, 1-ാം ചലന നിയമം, 2-ാം ചലന നിയമം,
നിരന്തരമായിട്ട് നമ്മൾ PSC ഉദ്യോഗാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൗതികശാസ്ത്ര ശാഖകൾ, ദ്രവ്യം യൂണിറ്റ്, ഇത്രയും കാര്യങ്ങൾ. പിന്നെ ശബ്ദം, ബലം, ഗുരുത്വാകർഷണം, താപം, പ്രവൃത്തി. അതിന് മാത്രം വലിയ സംഭവങ്ങളൊന്നുമില്ല. മിക്കപ്പോഴും യൂണിറ്റുകളോ അതേപോലെ തന്നെ അങ്ങനെ ഏതെങ്കിലും കാര്യങ്ങൾ, പിന്നെ ഏതെങ്കിലും ഒരു എന്താ പറയുക മാത്സിൻ്റെ ഒരു പ്രോബ്ലം തരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചാണ് അത് സെറ്റ് ചെയ്ത് പോകുന്നത്. വലിയ ഭയങ്കരമായിട്ടുള്ള ഡെപ്തിലേക്കൊന്നും പോയി നോക്കണ്ട. ബേസ് എപ്പോഴും എന്ത് ചെയ്താൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ. രസാന്തരം, ആറ്റം, മൂലകങ്ങൾ, ലോഹങ്ങൾ, മിശ്രിതങ്ങൾ, ആൽക്കലി, pH മൂല്യം, ഇത്രയും കാര്യങ്ങളിൽ നിന്ന് നമുക്ക് 3 മാർക്കാണ് കിട്ടണേ. അപ്പോൾ അത് നോക്കിയതിന് ശേഷം, ഈ സിലബസ് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു അതായത് ഇനി എന്താണ് പഠിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള നമുക്കതിൻ്റെ ഒരു ധാരണ മനസ്സിൽ വന്നതിന് ശേഷം എന്ത് ചെയ്യുക, അത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത കലാ, കായികം, സാഹിത്യം, സംസ്കാരം 5 മാർക്കാണ്. കേരളത്തിലെ പ്രധാന ദൃശ്യകല, ശ്രവ്യ കലകൾ, ഇവയുടെ ഉത്ഭവം, വ്യാപനം, പരിശീലനം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. വളരെ സിമ്പിൾ ടോപ്പിക്കാണ്, ഭയങ്കരമായിട്ടുള്ള ഹെവി ഒന്നുമല്ല. പ്രശസ്തമായ സ്ഥലങ്ങൾ, പ്രശസ്തമായ സ്ഥാപനങ്ങൾ, അതായത് ഇപ്പോൾ കേരള കലാമണ്ഡലം, അതേപോലെ തന്നെ കേരള സംഗീത നാടക അക്കാദമി, സാഹിത്യ, അങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സിമ്പിളായിട്ട് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടാവുന്ന കാര്യങ്ങളാണ്. ഒന്ന് നോക്കുക. കായിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന കായിക താരങ്ങൾ, അവരുടെ കായിക ഇനങ്ങൾ, കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്ത് വരുന്നത്. അതും നമുക്ക് ബഹുമതികൾ, പ്രധാന ട്രോഫികൾ, പ്രധാന ഓരോ കളിയുമായി ബന്ധപ്പെട്ട് ട്രോഫികൾ ചോദിക്കും. അതേപോലെ തന്നെ അത് എവിടെയാണ് ആ കളി നടന്നതെന്ന് ചോദിക്കും. പ്രധാനപ്പെട്ട വേദികൾ ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ഒളിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ്, ഇതൊക്കെ എപ്പോഴും ചോദിക്കണതാണ്. അപ്പോൾ അതൊന്ന് എന്ത് ചെയ്യുക, സെറ്റാക്കി വെക്കുക. അതേപോലെ തന്നെ ഉള്ളതാണ് സാഹിത്യം. സാഹിത്യത്തിലെ എഴുത്ത്, കഥാപാത്രങ്ങൾ, കൃതി, ഇതൊക്കെ കാലങ്ങളായിട്ട് PSC അടിച്ചേക്കണെയാണ്. അത് പ്രീവിയസ് തന്നെ നമുക്ക് വർക്കൗട്ട് ചെയ്യാം. അതിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്കൊന്നും ചോദിക്കാറൊന്നുമില്ല. ഇനി കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ, സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ഇൻ്റർനെറ്റ്, സുപ്രധാന നിയമങ്ങൾ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് സെറ്റാക്കാം. അടുത്ത് 20 മാർക്ക് ആനുകാലിക വിഷയങ്ങൾ, ലഘുഗണിതമായ ശേഷം 10 മാർക്ക്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് പോവുക. അങ്ങനെ സെറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് നിലവിൽ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലൊന്നും ഒരു കോംപ്രമൈസും നമ്മൾ ചെയ്യുന്നില്ല. ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അത് വിത്ത് എക്സ്പ്ലനേഷനോട് കൂടി തന്നെ നമ്മൾ ഓരോ ചാപ്റ്റർ വൈസും കംപ്ലീറ്റ് ചെയ്ത് പോകും. അതും നിങ്ങൾ നോക്കുക. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഇതിൻ്റെ അകത്ത് ഏകദേശം അല്ല, ഒരു 99% കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ കിടിലമായിട്ട് തന്നെ പഠിച്ച് മുന്നോട്ടേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു എല്ലാ ടോപ്പിക്സും കൂടി നമ്മൾ എടുത്തു പോയി കഴിഞ്ഞാൽ GK പാർട്ടിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഏകദേശം ഒരു 800ഓളം ചോദ്യങ്ങൾ, അതായത് ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്ന ആ ഒരു 800 ചോദ്യങ്ങളും, അതേപോലെ തന്നെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് ഓരോ സെഷനിൻ്റെ അകത്തും ഏകദേശം ഒരു 150ഓളം വെച്ചുള്ള ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏകദേശം ഒരു 450ഓളം ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ഒരു 500 ചോദ്യങ്ങൾ അവിടെയും, അതേപോലെ തന്നെ ഇവിടെ ഏകദേശം ഒരു 800, ഏകദേശം ഒരു 1500-ൽ താഴെയുള്ള, അതായത് ഒരു 1300 ചോദ്യങ്ങളോളം നമ്മൾ കറക്റ്റായിട്ട് ഹോട്ട് ടോപ്പിക്സ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും നമ്മുടെ റാങ്ക് എന്ന് പറയുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റാങ്കിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ. അതായത് നമ്മൾ ഈ കുറേ കാര്യങ്ങൾ പഠിച്ചു പോകുന്നതിലല്ല കാര്യം. കാരണം നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ റിവിഷൻ ചെയ്യുന്നു എന്നുള്ളതിലാണ് ഏറ്റവും വലിയ കാര്യം. ഞാനിപ്പോൾ പല ഓഫ്ലൈൻ സെൻറ്ററുകളിലും പോയി ക്ലാസ് എടുക്കുന്ന ഒരാളാണ്. നമുക്ക് തന്നെ സ്വന്തമായിട്ടുള്ള ഓഫ്ലൈൻ സെൻറ്റർ ഇവിടെ ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെയൊക്കെ എനിക്ക് ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യുക. അപ്പോൾ നമ്മൾ എത്ര നന്നായിട്ട്, ഇപ്പോൾ നമ്മളിപ്പോൾ പഠിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ആ ക്ലാസ് എടുക്കാനായിട്ട് അവിടെ പിന്നീട് ചെല്ലുമ്പോൾ നമ്മൾ പിന്നെ പഠിപ്പിച്ച ടോപ്പിക്കിൽ നിന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിയുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഒന്നും പറയാൻ കിട്ടാറില്ല. ഓപ്ഷൻസിലൂടെ അവർക്ക് കിട്ടും, പക്ഷെ അങ്ങനെയല്ല. ഓപ്ഷൻസ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റണം, ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റണം. അങ്ങനെ വന്നെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ലൊരു ലെവലിലേക്ക്, അതായത് ഒരു LDC 2024-ലെ ഒരു ബെസ്റ്റ് സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഒരു റിയൽ കോമ്പറ്റീറ്റർ എന്ന ലെവലിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ
ഓപ്ഷൻ ഇല്ലാതെ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കണം. അപ്പോൾ അതിങ്ങനെ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ടിരുന്ന് പഠിക്കണം, പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യണം, എക്സാംസുകൾ സെറ്റ് ചെയ്ത് പോകണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും ടോപ്പിക്സുകളുണ്ട്. ഈ ടോപ്പിക്സുകളുടെ അകത്തു നിന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ വളരെ വ്യക്തമായി നമ്മൾ ഓരോ ദിവസങ്ങളും ചർച്ച ചെയ്ത് പോകും. ഓരോ എന്താ പറയുക, ഈ പറയുന്ന സബ്ജക്റ്റുകളിൽ വന്നിരിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് പഠിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതും ആ പഠിക്കേണ്ട ടോപ്പിക്സുകളിലെ ചോദ്യങ്ങൾ ഏകദേശം എത്ര എണ്ണം ആണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? പഠിച്ച് നന്നായിട്ട് പോകാം. അത് നിങ്ങളെ നല്ലൊരു റാങ്കിലേക്ക് എത്തിക്കും എന്നുള്ള കാര്യം ഷുവറാണ്. പിന്നെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട് പറ്റും. നമ്മളെടുക്കുന്ന കഷ്ടപ്പാടാണ് പിന്നീട് നമ്മളെ എങ്ങോട്ടേക്ക് എത്തിക്കുന്നത്? നമ്മുടെ ഏറ്റവും അടുത്ത റാങ്കിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ മനസ്സിൽ വിചാരിച്ച് തന്നെ മുന്നോട്ടേക്ക് പഠിക്കുക. നാളെ എന്തായാലും നമുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ക്ലാസ് സെറ്റ് ചെയ്യാം. മാക്സിമം കറണ്ട് അഫയേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം? PSC ബുള്ളറ്റിനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ അത് തന്നെയായിരിക്കാം മിക്കവാറും നമ്മുടെ എക്സാമുകളിൽ റാങ്ക് മേക്കിംഗ് ആയിട്ട് വരുന്നതും. അപ്പോൾ അങ്ങനെ പഠിച്ച് നമുക്ക് മുന്നോട്ടേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. മനസ്സിലായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾക്കിത് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു 1500ഓളം ചോദ്യങ്ങൾ ഞാൻ സെറ്റാക്കുന്നുണ്ട് LDCക്ക് മുമ്പാകെ. അപ്പോൾ അത് എന്നും അപ്പോൾ എന്താണ്, റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള കുറേ ചോദ്യങ്ങളായിരിക്കും വിത്ത് സ്റ്റേറ്റ്മെൻറ്റ് ലെവലുള്ള ചോദ്യങ്ങൾ. ഏകദേശം ഒരു 400ഓളം ചോദ്യങ്ങളും അതിൻ്റെ ഉൾപ്പെടുത്തുന്നുണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ലെവലിൽ. കാരണം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സെഷൻ നമ്മൾ ചെയ്യും. സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലുള്ള ചോദ്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് എക്സാമിന് മുമ്പായിട്ട് ഒരു എന്താ പറയുക, ഏറ്റവും ഫൈനൽ ടച്ച് എന്നൊക്കെ പറയുന്ന രീതിയിൽ LDC ഫൈനൽ ടച്ച് ലാസ്റ്റ് മൊമെൻറ്റിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഒന്നുകൂടി റിവിഷൻ ചെയ്തു പോകും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു സംഭവം സെറ്റാക്കി അടിപൊളിയാക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാനൊന്നുകൂടി പറയുകയാണ്, എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, അഭിപ്രായം അത് എന്ത് തന്നെയാണെങ്കിലും ഇനി നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, അല്ലെങ്കിൽ ഇനി എന്തൊക്കെയാണ് നമുക്ക് പുതിയതായിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ. താങ്ക് യു.